ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ നല്ല സാഹചര്യങ്ങളിൽ ജനിച്ച് അതിശോചനീയമായി മരണപ്പെട്ട ഹതഭാഗ്യനാണ്. അവൻ്റെ ജനനം ശ്രേഷ്ഠഗോത്രമായ ബെന്യാമിൻ ഗോത്രത്തിലായിരുന്നു. മഹാധനികനായ കീശിൻ്റെ മകനായി സർവ്വസൗഭാഗ്യങ്ങളുടെയും മധ്യേ പിറന്നു വീണവൻ. ഉത്തമ പുരുഷ ലക്ഷണങ്ങളോടെ ജനിച്ചവൻ. നല്ല പൊക്കം, കോമളരൂപി, നല്ല കായിക ശേഷിയും യുദ്ധസാമർഥ്യവും. യാദൃച്ഛികമായി ആടുകളെ മേയിച്ചു നടന്നവൻ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷിക്തനായി. ശൗലിനെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നിരുത്തുമ്പോൾ രാജാവേ ജയ ജയ എന്ന് ജനം ആർത്തുപാടി. മനോഹരമായ ആനന്ദ കീർത്തനങ്ങളോടെ അവനെ ഉപവിഷ്ടനാക്കി. ശമൂവേൽ പ്രവാചകൻ യഹോവയുടെ ന്യായപ്രമാണം എഴുതി അവനെ വായിച്ചു കേൾപ്പിച്ചു. എഴുതപ്പെട്ട ന്യായപ്രമാണം രാജസന്നിധിയിൽ തന്നെ വെച്ചിട്ട് അവനോട് പറഞ്ഞു, മറന്നുപോയി എന്ന് പറയുവാൻ ഇടവരാതിരിക്കത്തക്കവണ്ണം ഇതെടുത്ത് കൂടെ കൂടെ വായിച്ചു കൊള്ളുക. രാജ്യഭരണത്തിൽ ന്യായപ്രമാണം അവഗണിക്കപ്പെടാനോ ലംഘിക്കപ്പെടാനോ ഇടയാകരുത്. പ്രൗഢഗംഭീരമായ തുടക്കം, പക്ഷേ അവസാനിച്ചത് അതിദയനീയമായ ഒരു വിലാപഗാനത്തോടെയായിരുന്നു. ഗിൽബോവ പർവ്വതത്തിൽ ശൗൽ ഒരു ഭീരുവിനെ പോലെ ചത്തുമലർന്നു. അവൻ്റെ അന്ത്യം അതിദാരുണമായിരുന്നു. ലോക നേട്ടങ്ങൾക്കപ്പുറത്ത് ദൈവം തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ നാം ശ്രമിക്കാറുണ്ട്. നല്ല കുടുംബ സാഹചര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം, ഉയർന്ന ഉദ്യോഗം, വർദ്ധിച്ച ധനമാനങ്ങൾ, നല്ല ജീവിത പങ്കാളി, ഉത്തമ മാതാപിതാക്കൾ, നല്ല മക്കൾ, സമാധാനപരമായ ചുറ്റുപാടുകൾ, തൃപ്തികരമായ ആരോഗ്യാവസ്ഥ. ഇവയ്ക്കപ്പുറം അനുഗ്രഹങ്ങളുടെ ദാതാവായ സ്നേഹസമ്പന്നനായ ദൈവത്തെ ഓർക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ശാന്തമായി ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. സദൃശവാക്യം 11:30. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.